Hi all, welcome back. EET202 DC Machines and Transformers in the second module, fourth lecture series on Commutation Interpoles. So, first topic commutation. What do you figure in this? This is a schematic diagram and then a two-pole lap-wound generator schematic diagram. We will wave-wound generator parallel path it is IA by 2. Lap-wound generator parallel path it is IA by P. Okay. Now, if we have two-pole lap-wound generator, IA by P is a parallel path. IA by 2. രണ്ട് പാരൽ പാത്ത് ഇവിടെ ഉണ്ട് ഏത് ഈ ബ്രഷസിന്റെ ഇടയിൽ. ഓക്കെ, അപ്പോ ഈ രണ്ട് പാരൽ പാത്ത് ഉണ്ടാവുമ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക? ഇറ്റ് വിൽ ബി IA/2 അല്ലെ? ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ IA/2 ആയിട്ട് എന്ത് ചെയ്യും? ഈ ഇവിടുന്ന് ലീവ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാല് ഇവിടെ രണ്ട് ബ്രഷ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രഷിൽ നിന്ന് എന്ത് ചെയ്യും? അതായത് കമ്പ്യൂട്ടർ സെഗ്മെന്റ് ഇതെന്ത് ചെയ്യും? ഒരു ബ്രഷിന്റെ അവിടുന്ന് കറണ്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും, പുറത്തോട്ട് പോകും, അടുത്ത് എന്ത് ചെയ്യും? അങ്ങോട്ട് കയറി പോകും. അതാണ് നോട്ട് ദാറ്റ് കറന്റ് ഇൻ ദ കോയിൽസ് കണക്റ്റഡ് ടു ബ്രഷ് ആർ ഈദർ ആൾ ടുവേർഡ്സ് ദ ബ്രഷ്, ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ബ്രഷിന്റെ അവിടെ ടുവേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? എവേ ഫ്രം ദ നെഗറ്റീവ് ബ്രഷ്. അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, therefore കറന്റ് ഇൻ എ കോയിൽ വിൽ റിവേഴ്സ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ കറണ്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, അത് ഒന്നും കൂടി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Therefore, the current in a coil will reverse as the coil passes a brush. This reversal of current as the coil passes and brush is called commutation. അപ്പൊ ഈ കറണ്ട് റിവേഴ്സലിനെ ബ്രഷ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പറയണേനാണ് നമ്മൾ എന്താ പറയാ? കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി when commutation takes place, the coil undergoing commutation is short circuited by the brush. അപ്പോ കമ്മ്യൂട്ടേഷൻ ആയി കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷന്റെ അണ്ടറിലുള്ള സെഗ്മെന്റ് എന്താവും? ഷോർട്ട് സർക്യൂട്ട്, ബ്രഷ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട്. The brief period during which the coil remains short circuited is known as commutation period TC. അപ്പോൾ ഒരു ബ്രീഫ് പീരീഡ് കോയില് ഷോർട്ട് സർക്യൂട്ട് ആയി നിൽക്കുന്ന ആ ടൈമിന് അതെങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ അടുത്ത ഫിഗറിൽ പറയും. ഓക്കെ, അപ്പൊ ആ എത്ര പീരീഡ് ആണോ ബ്രഷ് കോയിലായിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നിൽക്കുന്നത് അതിനെ പറയുന്നത്, അതായത് കോയില് എപ്പോഴാണോ കമ്മ്യൂട്ടേഷൻ നടക്കുന്നത്, എവിടെയാണോ കമ്മ്യൂട്ടേഷൻ നടക്കുന്നത് അവിടുത്തെ കോയിൽ ഷോർട്ട് സർക്യൂട്ട് ആവുന്നത്. അത് എത്ര പീരീഡ് ആണോ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നിൽക്കുന്നത് അതിന് പറയുന്ന പേരാണ് എന്ത്? കമ്മ്യൂട്ടേഷൻ പീരീഡ്. ഇനി ഈ കറണ്ട് റിവേഴ്സൽ എൻഡ് ഓഫ് കമ്മ്യൂട്ടേഷൻ പീരീഡ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് കഴിയുന്നതിനാണ് നമ്മൾ എന്താ പറയാ? ഐഡിയൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി അങ്ങനെ കറണ്ട് റിവേഴ്സിൽ ഈ എന്താണ് പറയാ? കമ്മ്യൂട്ടേഷൻ പീരീഡ് കഴിയുന്നതിന്റെ ഉള്ളിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നാവും സ്പാർക്കിംഗ് ഉണ്ടാവും ബ്രഷിന്റെയും കമ്മ്യൂട്ടേറ്ററിന്റെ ഇടയിൽ. അത് പതുക്കെ എന്ത് ചെയ്യും? ബ്രഷിനും കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിനും ഡാമേജ് ആക്കും. നൗ ഐഡിയൽ കമ്മ്യൂട്ടേഷൻ. ഞാൻ അത് ഫുള്ള് വായിച്ചിട്ട് നിങ്ങൾക്ക് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇനി ഐഡിയൽ കമ്മ്യൂട്ടേഷൻ, അതായത് ഐഡിയൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, കോയിൽ ഹാസ് നോ ഇൻഡക്ടൻസ് ഇല്ലാത്തൊരു കേസിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് 2.6 പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള ഫിഗർ ആണ്. അതിലത്തെ ഒരു പോർഷൻ ആണ് ഈ എടുത്ത് കാണിച്ചത് 2.61. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഒരു കോയിൽ എനെ മാത്രം കൺസിഡർ. ദിസ് ഇസ് ദ കോയിൽ എ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയാണ് ദ ബ്രഷ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആൻഡ് 1 മൈക്ക ഇൻസുലേഷൻ. അപ്പൊ ഈ ബ്രഷിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റും അതിന്റെ മൈക്ക ഇൻസുലേഷനും അത്ര വിഡ്ത്താണെന്നുണ്ടാവുക പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ടോട്ടൽ ആർമേച്ചർ കറന്റ് 40 ആംപിയർ ആണെന്നെങ്കിൽ, since there are two parallel paths, each coil carries a current of 20 ampere. ഇനി ഇവിടെ നോക്കാം, ഈ 40 ആംപിയർ ആണ് നമുക്ക് ആർമേച്ചർ കറന്റ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കോയിൽ ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇവിടെ 20 ആംപിയർ പ്രൊവൈഡ് ചെയ്യും, ഇവിടുന്ന് 20 ആംപിയർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ബൈ KCL we can say that here it will be 40 ആംപിയർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാൻ പോവാം. ഇവിടെ ബ്രഷ് is in contact with segment 1 of the commutator. The commutator segment 1 conducts a current of 40 ampere
to the brush. Segment 1 ഒരു 40 ampere ബ്രഷിന് കൊടുക്കും. അത് എവിടുന്നാണ്? 20 ampere from coil A and 20 ampere from adjacent coil. ശ്രദ്ധിക്കുക, 20 ampere from coil A and 20 ampere from adjacent coil. The coil A has to undergo commutation. അപ്പോൾ കോയിലേക്ക് എന്ത് വേണം? കമ്മ്യൂട്ടേഷൻ വേണം. ഇനി ഇത് ഒരു റൊട്ടേറ്റിംഗ് മെഷീൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്, അതായത് ആർമേച്ചറിന്റെ മുകളിലാണ് ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആൾസോ വിൽ മൂവ്. ബ്രഷ് വിൽ ബി സ്റ്റേഷനറി. ഓക്കെ, ബട്ട് ബ്രഷ് വിൽ മേക്ക് കോണ്ടാക്ട് വിത്ത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻ ദ സെക്കൻഡ് കേസ് വാട്ട് വിൽ ഹാപ്പൻ? ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പൊ ഒരു പൊസിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പൊസിഷൻ എന്താ വെച്ചാൽ 1/4 ഓഫ് ദ ബ്രഷ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് 2 and 3/4 of the brush is in contact with the commutator segment 1. As the armature rotates, the brush will make contact with the segment 2, then thus short circuits the coil A. എന്തായി? ഷോർട്ട് സർക്യൂട്ട്. ഇപ്പൊ എന്താ? കോയിലെ ഇവിടെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. മറ്റേ കോയിലെ വെറും 1 മാത്രമേ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതെന്തായി? 1 ഉം 2 എന്തായി? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു ത്രൂ കോയിൽ. ഓക്കെ, therefore now two parallel paths in the brush as long as the short circuit of coil exists. ഈ കോയിലെ ഷോർട്ട് സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം എന്തായി? 2 പാരലൽ പാത്ത് വരും. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഒറ്റ പാരലൽ പാത്ത് തന്നെ ഉള്ളൂ. So what will happen? 1/4 of the segment 2 and 3/4 of the segment ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? 1 3/4 of the segment, 2 1/4 of the segment. For this condition, the resistance of the path through segment 2 has 3 times the resistance of path through segment 1. Segment 1 നെക്കാട്ടിൽ 3 times resistance എന്ത് ചെയ്യും? ഇവിടെ കൂടുതലായിരിക്കും. Okay, we can say that the Q contact resistance varies inversely as the area of contact of brush with the segment. അതായത് എത്ര കോണ്ടാക്ട് ഉണ്ടോ അതിന്റെ ഇൻവേഴ്സ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് 40 ആംപിയർ കിട്ടണമെങ്കിൽ ഇവിടെ 1/4 ഭാഗം ഇവിടെ വരുന്നുണ്ടെങ്കിൽ 40 10 ആംപിയർ ആണ് എന്ത് ചെയ്യുക? ഇതേനെ ഫ്ലോ ചെയ്യുക. കോയിലിലൂടെ 10 ആംപിയർ ഫ്ലോ ചെയ്യുള്ളൂ. ഇവിടുന്ന് വരുന്ന 20 ആംപിയറും കൂടി ഇതേനെ വന്നിട്ട് ഇവിടെ 30 ആംപിയർ വരും. ടോട്ടൽ വി വിൽ ഗെറ്റ് 40 ആംപിയർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ കോയിൽ എ ഷോർട്ട് ആയി തുടങ്ങിയപ്പോൾ തന്നെ അണ്ടർഗോ കമ്മ്യൂട്ടേഷൻ ആണ് കോയിലെ. നമ്മൾ നേരത്തെ പറയുന്നു കറന്റ് റിവേഴ്സ് ചെയ്യുന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ആദ്യത്തെ ഇൻസ്റ്റൻസിൽ വി ക്യാൻ സേ ദാറ്റ് 20 ആംപിയറിന് എന്ത് ചെയ്തു? 10 ആംപിയർ ആയിട്ട് കുറഞ്ഞു എന്ന് പറയാം. Now considering figure 3, again coil segment എന്ത് ചെയ്തു? കുറച്ചും കൂടി മൂവ് ചെയ്തു. So we can say that when the brush is 1/2 on segment 2, half of the brush is on segment 2 and half of the brush is on segment 1. Okay, the brush definitely the brush will get 40 ampere. So if it is half, it will be 20 ampere through segment 2 and 20 ampere through segment 1, and it will get added up as 40 ampere. At this instant, you can see that there will be no current flowing through coil A. It will be 0. So first instance, you can see that there will be 20 ampere through coil A and through adjacent, total 40. But second instant, when we are considering 1/4 of the brush is on second segment, you can see that there will be only 10 ampere through coil A. Now this is the next instant when half of the brush is on commutator segment 1 as well as commutator segment 2. In this case, you can see that there will be 20 ampere through commutator segment 2 and 20 ampere through commutator segment 1. But you can see that current will be 0 in coil A. So we can say that now the resistance of the two parallel paths are equal. Okay, so we നേരത്തെ കണ്ട പോലെ 20 10 ആയി, ഇപ്പൊ 0 ആയി. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കറന്റ് റിവേഴ്സൽ ആണ് കമ്മ്യൂട്ടേഷൻ നടന്നത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Then next instant,
next instant figure വന്നപ്പോൾ എന്തായി 3/4 of the brush is in contact with the commutator segment 2 and 1/4 of the brush is in contact with the commutator segment 1. In this case, we can say that 3 times resistance of segment 2 is more than in segment 1. Segment 2 നെക്കാട്ടും 3 times ഇവിടെ കൂടുതലായിരിക്കും. അപ്പോൾ 1/4 ആയതുകൊണ്ട് തന്നെ 10 ആംപിയർ ഇതിനെ ഫ്ലോ ചെയ്യും, ബാക്കി 30 ആംപിയർ ഇതിനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിനെ ഫ്ലോ ചെയ്യുന്നത് എന്തായിരിക്കും? 10 ആംപിയർ ആയിരിക്കും. അപ്പൊ എന്തായി? ടോട്ടൽ 40 ആംപിയർ. അത് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. നേരത്തെ കോയിൽ എയില് 20 ആംപിയർ റൈറ്റിലോട്ട് ഫ്ലോ ചെയ്തിരുന്നു, ദെൻ 10 ആയിട്ട് നമ്മൾ പറഞ്ഞു, പിന്നെ 0 ആയിട്ട് പറഞ്ഞു, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ 10 ആംപിയർ കോയിൽ എ. നെക്സ്റ്റ് കേസ് എന്താണ്? ഫുള്ളി ഇറ്റ് ഈസ് ഓൺ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് 2. In this case, you can see that the current through coil A is fully reversed, that is 20 ampere, and it is the left to the adjacent from there will be a 20 ampere going through this commutator segment. It is added up, that is 40 ampere. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ. So we can say that each coil undergoes commutation in this way as it passes the brush axis. Okay, so we can also note that during commutation, the coil under considering remains short circuited by the brush. ഇവിടെ നോക്കുക, ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഷോർട്ട് സർക്യൂട്ട് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേനാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത്. Now consider figure 2.2. It shows the current time graph. This is the time, this is the time axis, this is the current graph. Okay, നമ്മൾ പറഞ്ഞു coil A undergo commutation ചെയ്യുമ്പോൾ this horizontal line AB represents a constant current 20 ampere. AB 20 ampere ആണ്. Up to the beginning of the commutation. നമ്മൾ നേരത്തെ commutation സ്റ്റാർട്ട് ചെയ്യണ വരെ 20 amps ആണെന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഫിനിഷ് ഓഫ് ദ കമ്മ്യൂട്ടേഷൻ ആവുമ്പോഴത്തെ എന്ത് ചെയ്തു? 20യിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ -20 വന്നു. That is from the finish of the commutation. It is represented by another horizontal line that is on the opposite side of the zero line and the same distance from AB, that is -20. Exactly reversed to -20 ampere. The way in which current changes from B to C depends upon the condition under which the coil undergoes commutation. Okay, if the current changes at a uniform rate, that is line BC is a straight line. അപ്പോൾ uniform rate ലാണെന്നുണ്ടെങ്കിൽ it will be a straight line that can be tell as or called as ideal commutation. Under such condition, there will be no sparking between the brushes and the commutator brushes ഇടയിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തായിരിക്കും? ഓരോ ഇൻസ്റ്റന്റിലും ഇങ്ങനെ കുറഞ്ഞ് +20 നെ -20 ആയിട്ട് റിവേഴ്സ് ചെയ്യും. Next, practical difficulties. What are the practical difficulties which we faces during the practical situation? Okay, the ideal commutation, that is straight line change of current, cannot be attained in practice. This is mainly since the armature coils have appreciable inductance. നമ്മൾ inductance ഇല്ലാത്ത കേസാണ് നേരത്തെ പറഞ്ഞത്. But in this case, practical case, there will be appreciable inductance. When the current in the coil undergoing commutation changes, self-induced EMF is produced in the coil. എന്ത് പ്രശ്നം വെച്ചാൽ നമ്മൾ current in the coil നമ്മൾ പറഞ്ഞു +20 ആംപിയർ -20 ആംപിയറിലോട്ട് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസിൽ എന്തുണ്ടാവും? There will be an induced EMF in the coil. This is generally called as reactance voltage. അതായത് ഒരു EMF അവിടെ ഓൾട്ടർനേറ്റിംഗ് ഇത് വരുന്നോണ്ട് എന്തുണ്ടാവും? റിയാക്ടൻസ് വോൾട്ടേജ് ഉണ്ടാവും. This reactance voltage opposes the change of current in the coil undergoing commutation. അപ്പൊ ഈ റിയാക്ടൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും? നമ്മളുടെ ഈ ചേഞ്ച് ഓഫ് കറണ്ട് കോയിൽ അണ്ടർ കമ്മ്യൂട്ടേഷനെ ഓപ്പോസ് ചെയ്യും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വെച്ചാല് ഈ ചേഞ്ച് ഉണ്ടല്ലോ ലോ ആയിട്ട് പിന്നെ എന്തുണ്ടാവുള്ളൂ? ഒക്കർ ചെയ്യുള്ളൂ. സോ ഈ സീഡ് അവിടേക്ക് എത്തുമ്പോഴത്തേന്, അതായത് ബ്രഷിന്റെ ടൈം കമ്മ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞിട്ടും എന്തുണ്ടാവും? ദർ വിൽ ബി എന്തുണ്ടാവും? ഈ കമ്മ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞാലും നമ്മളുടെ എന്ത് നടക്കില്ല? കഴിഞ്ഞാലും കമ്മ്യൂട്ടേഷൻ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ദർ വിൽ ബി എ എന്തുണ്ടാവും? സ്പാർക്കിംഗ്. This is illustrated in this figure. The straight RC represents the ideal commutation, whereas the curve BE represents the change in current when
self-inductance of coil is considered. Now you should note that the current CE, that is equal to 8 ampere ആണെന്ന് വിചാരിക്കുക. Current CE ഈ പറയുന്ന CE 8 ampere ആണെന്ന് വിചാരിക്കുക. Is flowing from commutator segment 1 to the brush at the instant when they part company. അപ്പൊ എന്താണ് ആ കറണ്ട് CE 8 ampere still അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഏത് ഉണ്ടാവും സെഗ്മെന്റ് 1ൽ നമ്മൾ മറ്റേ പറഞ്ഞത് സെഗ്മെന്റ് 1ൽ നിന്ന് സെഗ്മെന്റ് 2ലോട്ട് ഫുള്ളി കടക്കുമ്പോഴേക്കും കമ്മ്യൂട്ടേഷൻ പീരീഡിന്റെ ഉള്ളിൽ അത് കടക്കാവുന്നതാണ്. ആ കമ്മ്യൂട്ടേഷൻ പീരീഡിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ there will be no sparking. But still ഒരു ചെറിയ പോർഷൻ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ സേ ഒരു 8 ആംപിയർ എന്ത് ചെയ്യും അവിടെ ഉണ്ടാവുന്നു. ഇതെന്തോ ഉണ്ടാക്കും സ്പാർക്കിങ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ സ്പാർക്കിംഗ് കാരണം കൊണ്ട് ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും കമ്മ്യൂട്ടേഷൻ ബ്രഷിലും. അത് എന്ത് ചെയ്യും രണ്ടിന് ഡാമേജ് ചെയ്യും. അപ്പൊ ഈ ഫിഗറിൽ നമ്മൾ പറഞ്ഞതാണ് കാരണം ചെറിയൊരു പോർഷൻ അവിടെ നിൽക്കുമ്പോൾ ഒരു 8 ആംപിയർ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ഇത് കാരണം കൊണ്ട് ഉണ്ടാവും അവിടെ നമ്മൾക്ക് പിന്നെ ഇൻഡക്ടൻസ് കാരണം കൊണ്ട്, അതായത് ഇൻഡക്ടൻസ് കാരണം കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യും കമ്മ്യൂട്ടേഷൻ ഓപ്പോസ് ചെയ്യും. അപ്പൊ നോർമലി എന്ത് ചെയ്യും ഈ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യില്ല നടക്കില്ല. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു 8 ആംപിയർ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാവും സ്പാർക്കിംഗ് ഉണ്ടാവും. അതിന്റെ കാരണക്കാരൻ ആരാണ് റിയാക്ടൻസ് വോൾട്ടേജ്. നൗ കാൽക്കുലേഷൻ ഓഫ് റിയാക്ടൻസ് വോൾട്ടേജ് is a coefficient of self-inductance into rate of change of current. Self-inductance ന്റെ coefficient rate of change of current കൂടി multiply ചെയ്ത് കഴിഞ്ഞാൽ you will get reactance voltage. When a coil undergoes commutation, two commutator segments remain shorted. നമ്മൾ പറഞ്ഞു അല്ലെ, പ്രഷ് കൊണ്ട് therefore the time of short circuit, that is or commutation period, is equal to the time required by the commutator to move a distance equal to the circumferential thickness of the brush minus the thickness of one insulating strip of mica. അതായത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കമ്മ്യൂട്ടേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇവിടുത്തെ ഇതുണ്ടല്ലോ എന്താണ് പറയാ ബ്രഷിന്റെ ഈ മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് സർക്കംഫറൻഷ്യൽ ഡിസ്റ്റൻസ് മൈനസ് thickness of one insulating strip of mica എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി. ലെറ്റ് WB is equal to brush width in centimeter. WB എന്ന് പറഞ്ഞാൽ brush width in centimeter. WM എന്ന് പറഞ്ഞാൽ മൈക്ക തിക്നെസ്. മൈക്ക തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് പാർട്ടാണ് പറയുന്നത് കേട്ടോ. V is the peripheral speed of commutator in centimeter per second. So commutation period TC എന്ന് പറഞ്ഞാൽ എന്താണ് WB, that is brush width minus WM, അതായത് മൈക്ക തിക്നെസ്. ഈ ബ്രഷിന്റെ width മൈനസ് WM divided by V, that is peripheral speed. അതാണ് commutation period. The commutation period is very small, say of the order of 1/500 second. ഒരു 1/500 second കാര്യമാണ് നമ്മൾ പറയുന്നത്. Let the current in the coil undergoing commutation change from +1 to -1 ampere plus I2 minus I amperes during the commutation. If L is the inductance of the coil, the reactance voltage is given by നമ്മൾ എന്താണ് coefficient of self-inductance. അത് നമ്മൾ എന്ത് ചെയ്തു L എഴുതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ത് എഴുതി പ്ലസ് I2 മൈനസ് I ആണ്. അപ്പൊ 2I by ഇതാണ് ഒരു ലീനിയർ കമ്മ്യൂട്ടേഷന്റെ റിയാക്ടൻസ് വോൾട്ടേജ്. Now we are going to discuss what are the methods to improve commutation, or what are the methods adopted for improving commutation. There are two methods. We also we know that the commutation is the reversal of current. So improving commutation means to make current reversal in the short circuited coil as sparkless as possible. Sparkless ആയിട്ട് എത്ര പറ്റുമോ അത്രയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഓഫ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് മെത്തേഡ് ആണ് മെയിൻ ആയിട്ടുള്ള. ഒന്ന് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനും രണ്ട് എന്താണ് EMF കമ്മ്യൂട്ടേഷൻ ആണ്. ഫസ്റ്റ് വൺ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ. The reversal of current in a coil takes place while the coil is short circuited by the brush. എപ്പോഴാണ് റിവേഴ്സൽ നടക്കുന്നത്? രണ്ട് കോയിലുകൾ തമ്മിൽ ബ്രഷ് കോണ്ടാക്ട് വന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ റിവേഴ്സൽ നടക്കുന്നത്. Therefore there are two paths for the current. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക രണ്ട് പാരലൽ പാത്ത് ഉണ്ടാവും as long as the short circuit exists. If the contact resistance between the brush and commutator is made large, അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള കോണ്ടാക്ട് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ then current would divide in the inverse ratio of the contact resistance. So this is the key point. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കോണ്ടാക്ട് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും കറണ്ട് റിവേഴ്സൽ കൂടും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് വെച്ചാൽ we are providing carbon brushes instead of copper brushes. Carbon brushes provide ചെയ്യുമ്പോൾ copper brushes which have high contact resistance. അപ്പൊ high contact resistance വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും നമ്മൾക്ക് അത്
കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ്? അപ്പൊ ഈ ഹൈ using carbon brushes instead of copper brushes for providing or for getting high contact resistance ന് പറയുന്ന പേരാണ് എന്ത്? റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. അത് അടുത്ത ഫിഗറിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഫിഗർ വെച്ചിട്ട് ഞാൻ പറയാം. These two figure, consider this two figure 1 and 2. Here we can say that high contact resistance brushes is included to improve commutation. Okay, for the coil A. Now, in the first figure, we can see that the brush is completely only provided on the segment 1, and therefore the coil in the A is 20 ampere. The current in the coil A is 20 ampere. Then the coil A had to undergo commutation. Okay, as the armature rotates, the condition will be like this. That is, the brush has a contact of 1/4 of the brush has a contact with the coil 2 segment 2, and 3/4 of the brush has a contact with the segment 1. അപ്പോൾ ഇതിൽ 1/4 ഇതില് കോണ്ടാക്ട് വന്നു. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? അപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്? റെസിസ്റ്റൻസ് ഓഫ് സെഗ്മെന്റ് 1ഉം റെസിസ്റ്റൻസ് ഓഫ് സെഗ്മെന്റ് 2ഉം നമ്മൾ എങ്ങനെ പറയാം? ഇവിടെ എന്താണ്? 3/4 ഓഫ് ദ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 1/4 ഓഫ് ദ റെസിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ റെസിസ്റ്റൻസ് കുറവുള്ളിടത്ത് കൂടെ കൂടുതലുള്ളിടത്ത് കൂടെ കുറച്ച് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. റെസിസ്റ്റൻസ് കൂടുതലുള്ളിടത്ത് കൂടെ എന്ത് ചെയ്യും? കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ? ഇനി നമ്മൾ ഈ കോയിലിന്റെ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി വെരി നെഗ്ലിജിബിൾ. ഓക്കെ. ഇനി ദ വാല്യൂസ് ഓഫ് കറന്റ് ഇൻ ദ പാരലൽ പാത്ത് ഓഫ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഈ ഈക്വലന്റ് ആയിട്ടുള്ള ഈക്വലന്റ് സർക്യൂട്ട് ആർ ഡിറ്റർമിൻഡ് ബൈ ദി റെസിസ്റ്റൻസ് ഓഫ് ദി പാത്ത്. അപ്പൊ ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത് എന്താ വെച്ചാല്, നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ R2 നമ്മൾ പറഞ്ഞു 3 times റെസിസ്റ്റൻസ് ഓഫ് R1 ഉണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? കറണ്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടുന്ന് വന്നിട്ട് 10 ആംപിയർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു, 10 ആംപിയർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്തു. ഈ 20 ആംപിയർ ഇങ്ങനെ വന്നിട്ട് ഫ്ലോ ചെയ്തു അല്ലെ? അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ എന്താ ശരിക്കും ഡിവിഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ ഇൻവേഴ്സ് ഓഫ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് വന്നു. അപ്പൊ ഇവിടെ കോപ്പർ ബ്രഷ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, കോപ്പർ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ റെസിസ്റ്റൻസ് പാത്താണ്. അപ്പോ R1ഉം R2ഉം ഏകദേശം ഈക്വൽ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കില്ല. R1ഉം R2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ പറയുന്ന 10 ഉള്ള ഡിസ്ട്രിബ്യൂഷൻ നോർമലി നടക്കില്ല. അത് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ബ്രഷസ് പ്രൊവൈഡ് ചെയ്യും. കാർബൺ ബ്രഷസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഈ കാർബണിന്റെ കോണ്ടാക്ട് എന്താണ്? കൂടുതലാണ്. അതിന്റെ കോണ്ടാക്ട് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പൊ എത്ര പെട്ടെന്ന് കോണ്ടാക്ട് മാറുന്നു അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? ഇതിന്റെ റെസിസ്റ്റൻസിലും variation വരും. As the carbon brush passes over the commutator, the contact area with the segment 2 increases, and that with the segment 1 decreases. So R2 decreases and R1 increases. Therefore, more and more current pass through the brush through the segment 2. അപ്പൊ R2 ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഇവിടെ നമ്മൾ ആദ്യം 3/4 റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, പിന്നെ അത് 1/2 റെസിസ്റ്റൻസ് ആവും, പിന്നെ 1/4 റെസിസ്റ്റൻസ് ആവും. അങ്ങനെ അത് കൂടുന്തോറും എന്ത് ചെയ്യണം? പെട്ടെന്ന് കറണ്ട് ഇതിനെ ഫ്ലോ ചെയ്യണം. കാരണം കമ്മ്യൂട്ടേഷൻ പീരീഡിന്റെ ഉള്ളിൽ നമുക്ക് ഇത് കഴിയണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ ഈ രണ്ട് ഫിഗർ പറഞ്ഞത്. ഇനി എന്താണ്? when the break between the brush and the segment 1 finally occurs, അതായത് ഫൈനലി ഒക്കർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം. ഫൈനലി ഒക്കേഴ്സ് ഇത് കഴിഞ്ഞു ഇതാവുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഫുൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ദ കറന്റ് ഇൻ ദ കോയിൽ എന്ത് ചെയ്യണം? ടോട്ടലി റിവേഴ്സ് ചെയ്യണം. അപ്പോ ഈ ഒരു ബ്രഷ് അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കോണ്ടാക്ട് റെസിസ്റ്റൻസ് കൂടുതലുള്ള ബ്രഷ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റെസിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് ഈ കമ്മ്യൂട്ടേഷൻ, ഐഡിയൽ കമ്മ്യൂട്ടേഷൻ നടക്കണ പോലെ തന്നെ എന്ത് ചെയ്യും? പ്രാക്ടിക്കലി നടക്കും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കോണ്ടാക്ട് റെസിസ്റ്റൻസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ കോപ്പർ ബ്രഷിന് അത്ര പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാർബൺ ബ്രഷ് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത ഫിഗറിലോട്ട് പോകാം.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ. It may be noted that the main cause of sparking during commutation എന്തായിരുന്നു? It is the production of reactance voltage and carbon brushes cannot prevent it. അപ്പോൾ ഈ സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് റിയാക്ടൻസ് വോൾട്ടേജ്. അതെന്താണ്? കാർബൺ ബ്രഷസിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നെവർതലെസ് ദ കാർബൺ ബ്രഷസ് ഡു ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് കമ്മ്യൂട്ടേഷൻ. അപ്പൊ കാർബൺ ബ്രഷസ് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. The other minor advantage of carbon brushes എന്തൊക്കെയാണ്? കാർബൺ lubricates the കാർബൺ എന്ത് ചെയ്യും? ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂട്ടേറ്ററിനെ പോളിഷ് ചെയ്യും. If sparking occurs, it damages the commutator less than with the copper brushes, and the damage to the brush itself of little importance. അതായത് കാർബൺ ബ്രഷ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് നശിപ്പിക്കാതെ അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? നാശത്തിലോട്ട് പോകും. അപ്പൊ ബ്രഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മാറ്റാൻ പറ്റും. Now next is EMF commutation. In this method, an arrangement is made to neutralize the reactance voltage by producing a reversing voltage in the coil undergoing commutation. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു റിവേഴ്സിംഗ് വോൾട്ടേജ് കോയിലിൽ പ്രൊവൈഡ് ചെയ്യണം. അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ എവിടെയാണുള്ളത് വെച്ചാൽ അപ്പൊ അത് എന്ത് ചെയ്യും? റിയാക്ടൻസ് വോൾട്ടേജിനായിട്ട് ന്യൂട്രലൈസ് ചെയ്തു പോകും. അതാണ് EMF കമ്മ്യൂട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The reversing voltage acts in opposition to the reactance voltage and neutralize it to some extent. അപ്പൊ ഈ റിവേഴ്സിംഗ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ് വോൾട്ടേജ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒന്ന് ഒരു certain extent എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. If the reverse voltage is equal to the reactance voltage, the effort of the latter is completely wiped out. അതായത് റിവേഴ്സിംഗ് വോൾട്ടേജും റിയാക്ടൻസ് വോൾട്ടേജും ഈക്വൽ ആണെങ്കിൽ we get a sparkless commutation. ഓക്കെ. അപ്പൊ ഈ റിവേഴ്സിംഗ് വോൾട്ടേജ് നമുക്ക് രണ്ട് പേര് പറയാം. ബൈ ബ്രഷ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബൈ യൂസിംഗ് ഇന്റർപോൾസ് ഓർ കോമ്പോൾസ്. അപ്പൊ എന്താണ് ബ്രഷ് ഷിഫ്റ്റിംഗ് നോക്കാം. In this method, the brushes are given sufficiently forward lead for a generator to bring the short-circuited coil, that is coil undergoing commutation, under the influence of the next pole of opposite polarity. അതായത് ഇവിടെ എന്ത് ചെയ്യും വെച്ചാല് ബ്രഷസിന് കുറച്ച് ലീഡ് ആയിട്ട് ഫോർവേഡ് ലീഡ് ആയിട്ട് ഇടും. അപ്പൊ നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിലോട്ട് കയറാൻ പറ്റും. Since the short-circuited coil is now in reverse field, the reversing voltage produced cancels the reaction voltage. അപ്പൊ എന്താ വെച്ചാല് നേരത്തെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോൾ ഈ അവിടെ എന്ത് ചെയ്യും? ഒരു റിവേഴ്സിംഗ് വോൾട്ടേജ് ഉണ്ടാവും. ആ റിവേഴ്സിംഗ് വോൾട്ടേജ് എന്ത് ചെയ്യും? റിയാക്ടൻസ് വോൾട്ടേജിനെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. This method suffers from the following drawbacks. ഇതിന് രണ്ട് ഡ്രോബാക്ക് ഉണ്ട്. ഒന്ന്, the reactance voltage depends upon the armature current. ഒന്നെന്താണ്? റിയാക്ടൻസ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരിനെ വെച്ചിട്ടാണ്? ആർമേച്ചർ കറന്റ് വെച്ചിട്ട്. Therefore, the brush shift will depend upon the magnitude of armature current, which keeps on changing. This necessitates frequent shifting of brushes. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ആ ബ്രഷിന്റെ ലീഡ് വരുന്നതുണ്ടല്ലോ, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർമേച്ചർ കറസ്പോണ്ടിങ് ആയിട്ട് ആവണം. അല്ലെങ്കിൽ എന്താ വെച്ചാല് അപ്പൊ എന്താ വെച്ചാല് ഇതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ഷിഫ്റ്റിംഗ് ഓഫ് ബ്രഷസ് മസ്റ്റ് ആണ്. The greater the armature current, the greater must be the forward lead for a generator. അപ്പൊ ആർമേച്ചർ കറന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം? ഫോർവേഡ് ലീഡും എന്തായിരിക്കണം? മസ്റ്റ് ആയിട്ട് കൂടുതലായിരിക്കണം. This increases the demagnetizing effect of armature reaction and further weakens the main field. ഇത് ഒരു കാര്യം ഉണ്ടാവും, demagnetizing effect എന്ത് ചെയ്യും? അത് ഫർദർ എന്ത് ചെയ്യും? ആർമേച്ചർ ഫീൽഡ് വീക്കൻ ചെയ്യും. Then by using interpoles or compoles. This method of neutralizing reactance voltage is by using interpoles. The best method of neutralizing reactance voltage ആണ് എന്താണ്? Using interpoles അല്ലെങ്കിൽ compoles ആണ്. Next, interpoles or compoles. The best way to produce reversing voltage to neutralize the reactance voltage is by using interpoles or compoles. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? മെയിൻ പോളിന്റെ ഇടയിൽ interpoles അല്ലെങ്കിൽ compoles, compensatory poles എന്നുള്ള രീതിയിലാണ് പറയുന്നത്. These are small poles fixed to the yoke, spaced midway between the main poles. Main poles ന്റെ ഇടയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്. They are wound with comparatively few turns and connected in series with the armature, so that comparatively few turns ആയിട്ട് കണക്ട് ചെയ്ത് ആർമേച്ചർ കറന്റിന് സീരീസ് ആയിട്ട് വെക്കും. Their polarity is the same as the next main pole. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മെയിൻ പോളിന്റെ polarity ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, റൊട്ടേഷൻ ജനറേറ്റർ. കണക്ഷൻ ഫോർ എ DC generator with the interpoles ആണ് ഇപ്പോൾ ഈ കാണിച്ചു തന്നിട്ടുള്ളത്. Now let us discuss what are the functions of interpoles. The machines fitted with interpoles have their brushes set on geometrical neutral axis, that is no lead. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു compensating winding ഉണ്ടാവും. The interpoles perform the following two functions. As their polarity is the same as the main pole head-നായിട്ട് same polarity ആയതുകൊണ്ട്, അതായത് കമ്മിങ് polarity ആയതുകൊണ്ട്, they induce an EMF in the coil undergoing commutation. Commutation undergoing ചെയ്യുന്നതിൽ എന്ത് ചെയ്യും? ഒരു EMF ഉണ്ടാക്കും, which opposes reactance voltage.
This leads to sparkless commutation. The EMF induced by compole is known as commutating or reversing EMF. അതായത് അടുത്ത വരുന്ന മെയിൻ പോളിന് ഇതാക്കിയിട്ട് അങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താണുള്ള ഗുണം വെച്ചാൽ അവിടെ എന്ത് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF എന്ത് ചെയ്യും, ഈ റിവേഴ്സ് നമ്മളെ റിയാക്ടൻസ് EMF-നെ ഒപ്പോസ് ചെയ്യും. അതിനാണ് റിവേഴ്സ് EMF എന്ന് പറയാം. ഓക്കെ. Since the interpoles carry the armature current and reaction voltage is also proportional to armature current. അപ്പോൾ armature current ഇത് carry ചെയ്യുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ we can completely neutralize the reactance voltage. അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നടക്കും. The MMF of the compounds neutralizes the cross-magnetizing effect of the armature reaction in small region in the space between the main pole. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യും, ഈ ക്രോസ് മാഗ്നറ്റൈസിങ്ങിന്റെ പ്രോബ്ലംസ് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. This is the figure shows the circuit diagram of a shunt generator with a commutator winding and a compensating winding. This is the compensating winding. This is the commutating winding. Both these windings are connected in series with the armature, and so they can carry the armature current. നോക്കിക്കഴിഞ്ഞാൽ armature current the same current carry ചെയ്യാം. However, the functions they perform must be understood. നമ്മൾ പറഞ്ഞില്ലേ, ഇതാക്കണം, ശരിക്കും മനസ്സിലാക്കണം. അതായത് മെയിൻ ഫീൽഡിന്റെ ഇടയിലാണ് ഇത് കണക്ട് ചെയ്യുക ഇന്റർപോൾ ആയിട്ട്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, റിയാക്ടൻസ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. അതാണ് അതിന്റെ ഫംഗ്ഷൻ. The main function of commutative winding is to provide reversing EMF in order to cancel the reactance voltage. In addition to this, MMF of the commutative winding neutralizing cross-magnetizing ambient currents. The compensating winding neutralizes the cross-magnetizing effect of armature reaction under the pole phases. Okay, thank you.